നമ്മുടെ പാചകത്തിന്റെ രുചിയും ഗുണവും മണവും കൂട്ടാൻ നമ്മൾ ഒരു രഹസ്യക്കൂട്ട് ഉപയോഗിക്കാറില്ലേ? അതാണ് ഗരം മസാല. ഈ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയ്ക്ക് മണവും ഗുണവും കുറവായിരിക്കും. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിനായി കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റാണ്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മുടെ കറുവാപ്പട്ടയുണ്ട്, ബി ലീഫ് ഉണ്ട്, തക്കോലമുണ്ട്, ജാതിപത്രയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്, പെരിഞ്ചീരകമുണ്ട്, ജാതിപത്രയുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ എടുക്കാം, ഇതിൽ കുറവ് ഐറ്റംസും എടുക്കാം. അപ്പോൾ അതിൻ്റെ മണത്തിനും ഗുണത്തിനും ആവശ്യമായ സാധനങ്ങളാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? അതിനെല്ലാം ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ പച്ചയ്ക്ക് പൊടിക്കരുത്. പച്ചയ്ക്ക് പൊടിച്ചാൽ ആ ഗുണവും മണവും കിട്ടത്തില്ല. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന എടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. തിരി കുറച്ച് വേണം വെക്കാൻ കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിലാണ്, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇളക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇതിൽ ഓയിൽ കണ്ടന്റ് ഇല്ലേ, അത് റിലീസാവും. ഇപ്പം ചൂടാകുമ്പോൾ റിലീസാവും. അപ്പോൾ അതിൻ്റെ മണമൊന്നും നഷ്ടമാവില്ല. പിന്നെ ഇതിൽ ഈർപ്പം കാണും. ഈർപ്പം പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ റോസ്റ്റ് തന്നെ ചെയ്യണം. 5 മിനിറ്റോളം കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അപ്പം ജസ്റ്റ് കണ്ട അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിൽ തന്നെ വെച്ചാൽ എന്താ ചെയ്യും, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് പാത്രത്തിലേക്ക് അതിൻ്റെ ഒന്ന് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മളതിനെ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല, കുറച്ച് തരി ഉണ്ടായാലും കുഴപ്പമില്ല. അതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനും ചെറിയ ചൂട് കാണും. ഉടനെ തന്നെ തട്ടി വെക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ തന്നെ ചെയ്യണം കേട്ടോ. ഗ്ലാസ് ജാറിലാകുമ്പോൾ അതിൻ്റെ മണമൊന്നും പോവാതിരിക്കും. ഗ്ലാസ് ജാറിൽ തന്നെ തട്ടി വയ്ക്കണം. അപ്പം അതിൻ്റെ ചൂട് മാറിയിട്ട് വേണം തട്ടി വയ്ക്കാൻ. അതിൻ്റെ നല്ലൊരു ഗരം മസാല, നല്ലൊരു മണവും ഗുണവുമുള്ള ഗരം മസാലയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള ഇതുപോലെ ഇരിക്കും കേട്ടോ. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇരിക്കും അതിൻ്റെ ഗുണവും മണമൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. എന്നാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് വെച്ച് നമുക്ക് ഒരുപാട് കറികളിൽ ചേർക്കാം. ചിക്കൻ കറിയായാലും ബീഫായാലും ഉരുളക്കിഴങ്ങായാലും അങ്ങനെ ഒരുപാട് കറികൾ നമുക്ക് ഈ ഗരം മസാല യൂസ് ചെയ്യാം. ആ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ടേസ്റ്റും മണവും എല്ലാം കാണുന്നത് ഒന്ന് യൂസ് ആയിക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യണം. നമുക്കിപ്പം 2 ജാറിൽ സൂക്ഷിച്ചാൽ നമുക്കത് കേടുകൂടാതെ വെക്കാം. ഒരു ജാറിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് അടുത്ത ജാറിൽ സ്ഥിരം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ജാറിലും കൂടെ വെച്ചാൽ നമുക്ക് കുറേ നാളിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ ഒരു 2-3 മാസത്തേക്ക് ഈ ഗരം മസാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനേക്കാളും യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കുറച്ച് മണങ്ങൾ നഷ്ടപ്പെടും. എന്ന് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ തുറന്ന് വരുമ്പോൾ അതിൻ്റെ മണം നഷ്ടമാകും. അല്ലാതെ വിഷയമില്ല. നമുക്ക് ഇപ്പം 2 ജാറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.